ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടായാലോ? ആദ്യം തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസി എന്നൊരു ബ്രാൻഡിന്റെ മോയ്സ്ചറൈസറാണ്. ഫേസിൽ ഓൾ ഓവർ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ലൊരു പ്രൈമർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റീകോഡിന്റെ ഒരു ഇല്ലുമിനേറ്റിംഗ് പ്രൈമറാണ്. പ്രൈമറും നമ്മൾ ഓൾ ഓവർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ പ്രൈമർ നല്ലൊരു അടിപൊളി പ്രൈമറാണ്. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോയും തരും. അത് മാത്രമല്ല മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. എനിക്ക് അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾസും പിന്നെ എൻ്റെ ഐസ് ഒരു ഡീപ് സോക്കറ്റ് ഐസ്, അതായത് കുറച്ച് കുഴിഞ്ഞ കണ്ണായതുകൊണ്ട് എനിക്ക് കൺസീലേഴ്സ് യൂസ് ചെയ്താൽ അണ്ടർ ഐസ് ഒക്കെ നല്ല ബോറായിട്ടിരിക്കും. പോരാതെ ഫൗണ്ടേഷൻ ഇട്ടാലോ ഓവറായിട്ടും തോന്നും. അങ്ങനെ ഫൈനലി ഇതാണ് എനിക്ക് പറ്റിയ പ്രൊഡക്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ എത്ര മിനിമലായിട്ട് മേക്കപ്പ് വേണ്ട ആളാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഒന്ന് ലൈറ്റ് ആയിട്ട് ഫേസ് ബ്രൈറ്റ് ആയി നിൽക്കാനും അതേപോലെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ കുറച്ച് ഹെവി ക്വാണ്ടിറ്റി യൂസ് ചെയ്താൽ അതുപോലെ നമുക്ക് ഈ പ്രൊഡക്റ്റ് വെച്ച് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് അത്രക്ക് അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് അറിയേണ്ടവരെ ലിങ്ക് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഏതാണെന്നും പിന്നെ ഞാൻ യൂസ് ചെയ്ത മറ്റുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ട്രസ്റ്റ് മീ ഗൈസ്, ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മേക്കപ്പ് ജേണിയിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരും. ഞാനിത് ഫേസിൽ ഓൾ ഓവർ ഇട്ടു. പിന്നെ കണ്ണിൻ്റെ അടിയിലും മുകളിലൊക്കെ കുറച്ചും കൂടി ആവാനായിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ഇത് ബ്ലെൻഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ബ്രഷസോ അല്ലെങ്കിൽ സ്പോഞ്ചസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഫേസ് ഫുള്ളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ കയ്യിലേക്ക് ഇട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു പഫോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ഞാൻ പൊതുവെ കോമ്പാക്ട് പൗഡേഴ്സ് യൂസ് ചെയ്യാറില്ല. എനിക്ക് കോമ്പാക്ട് പൗഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നാറുണ്ട് ഫേസ്. ടാൽക്കം പൗഡേഴ്സ് ആകുമ്പോൾ നമുക്കൊരു മിനിമം ലുക്ക് കിട്ടും എപ്പോഴും. അടുത്തായിട്ട് ഫേസ് സ്കാനറിയുടെ ഒരു കാജൽ വെച്ചിട്ട് കണ്ണ് നന്നായിട്ടൊന്ന് എഴുതി കൊടുത്തു. പിന്നെ ലാഷസിൽ ഫെൻറ്റി ബ്യൂട്ടിയുടെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ പൊതുവേ ഒരു ബ്ലഷ് പേഴ്സൺ അല്ല, പക്ഷേ എല്ലാവർക്കും ബ്ലഷ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബ്ലഷ് ഇട്ടിട്ടുള്ള ലുക്കാണ് കാണിക്കുന്നത്. ഇത് റെയർ ബ്യൂട്ടിയുടെ ഒരു ബ്ലഷാണ്. ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫേസ് കുറച്ച് ഡള്ളായിട്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാറില്ല, കാരണം അതൊന്നും കൂടെ എൻ്റെ ഫേസിന് ഡള്ളാക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഫേസിൻ്റെ ഹൈ പോയിന്റ്സിൽ ഞാൻ കുറച്ച് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ Forever 52യുടെ ഷോ സ്റ്റോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ ഒരു റിച്ച് വൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈവനായിട്ട്. നെക്സ്റ്റ് വന്ന ലിപ്സ്റ്റിക്ക് കുറച്ച് കണ്ണിൻ്റെ മുകളിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടി. ഫേസിൽ കുറച്ച് ഹെവി ആയിട്ട് നിൽക്കാൻ തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഞാനൊരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എൻ്റെ ലുക്ക് ഇഷ്ടമായോ? ഞാൻ ഇന്നിട്ടാണ് ഔട്ട്ഫിറ്റ് ഔറ മോഡസ്റ്റി ആൻഡ് ഹിജാബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.